ഹായ്, നമ്മളിന്നൊരു പുളിരസം വെക്കാൻ പോവാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, വലിയുള്ളി അമ്മിയിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇനി 2 തക്കാളിയും പച്ചമുളകും കൂടെ വേണം. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുതിരനായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ആ തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. എണ്ണ അടുപ്പത്ത് വെച്ച് ഉലുവ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ ചതച്ച ഐറ്റംസ് അതിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളി കൂടെ ഇട്ട് ഇളക്കി കൊടുത്തു. അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒന്ന് ഇട്ടിട്ട് നന്നായി ഡ്രൈ ചെയ്തെടുക്കുകയാണ്. ഒന്നായി വന്നപ്പോൾ ഇതിലോട്ട് പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് ഒരു കഷ്ണം കായും ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇല എടുക്കാം. ഇതിലേക്ക് ഇല എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല മണമുള്ള ഒരു ഇലയാണ്. ഇതിൻ്റെ പേര് ചോദിച്ചാൽ എനിക്കറിയില്ല. മല്ലിയുടെയും പുതിനയിലയും പോലെ തന്നെയാണ്. ഇതൊരു വേറെ ഷേപ്പാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത് ബിരിയാണിയിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അതും കറിവേപ്പിലയും കൂടെ അതിലിട്ട് നന്നായി ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വീഡിയോ കാണാൻ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പുളിരസം.